വിശ്വാസികളെയും പരിശുദ്ധരായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 61 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിലെ ഒരു ഗൗരവമായ നിമിഷങ്ങളിലൂടെ നമുക്കിത് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ശവസംസ്കാരവും നിശബ്ദതയിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യാശയുമാണ് പ്രധാന വിഷയം. ഈ ഭാഗം നോക്കുമ്പോൾ ദുഃഖകരമായ സംഭവങ്ങളും എന്ന് തോന്നും. എന്നാൽ ആത്മീയമായി ഇത് പുതിയ ജീവൻ്റെ തുടക്കമായിട്ട് നമുക്കിതിനെ ഊഹിക്കാനായിട്ട് സാധിക്കും. 5 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 1. അരിമത്ഥ്യക്കാരനായ യോസേഫ്, ധൈര്യത്തിൻ്റെ സാക്ഷ്യം. ഒരു ധനവാനായ ശിഷ്യൻ, അരിമത്ഥ്യക്കാരനായ യോസേഫ്, പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശവശരീരം ചോദിക്കുന്നു. ഇതൊരു വലിയ ധൈര്യമായിരുന്നു. കാരണം യേശുവിൻ്റെ അനുയായിയാണെന്ന് തുറന്ന് പറയുന്നത് അപകടകരമായിരുന്ന സന്ദർഭത്തിലും അദ്ദേഹം നിസ്സംശയം പോയി പീലാത്തോസിനോട് ക്രിസ്തുവിൻ്റെ ശരീരം ചോദിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം പോലും അവനെ അനുസരിച്ചവർ യഥാർത്ഥ വിശ്വാസികളെന്ന് സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. സാഹചര്യം എത്ര കഠിനമായാലും വിശ്വാസം ധൈര്യത്തോടെ പ്രകടിപ്പിക്കണമെന്ന പിതാക്കന്മാർ അവരുടെ ലേഖനങ്ങളിൽ കൂടി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. 2. വിശുദ്ധ ശവസംസ്കാരം, മാന്യതയും സ്നേഹവും. മണ്ണിൽ കിടന്നത് ശരീരമെങ്കിലും അത് ജീവൻ്റെ ഉറവിടമാണ് എന്ന് പരിശുദ്ധനായ എഫ്രൈം ദ സിറിയൻ പറയുന്നുണ്ട്. യൗസേപ്പ് യേശുവിൻ്റെ ശരീരം ശുദ്ധമായ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുതിയ ആരും അടക്കപ്പെടാത്ത ശവകിരീടത്തിൽ വയ്ക്കുന്നു. ഇത് ഒരു സാധാരണ സംസ്കാരം മാത്രമല്ല, ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള ഒരു വലിയ ആദരം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ രക്ഷയുടെ ഉപാധി എന്ന് നമുക്കതിൽ കൂടി തിരിച്ചറിയാൻ സാധിക്കും. 3. കല്ലുരുട്ടി അടച്ച ശവകിരീടം, മനുഷ്യൻ്റെ അവസാനമോ. വലിയ കല്ല് ഉരുട്ടി ശവകിരീടം അടച്ചിരിക്കുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ ഇത് ഒരു അന്ത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ദൈവിക പദ്ധതി അനുസരിച്ച് ഇത് അന്ത്യമല്ല, ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ അവസാനമായി കരുതുന്നതിൽ ദൈവം പുതിയ ആരംഭങ്ങളെയും സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. മരണം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വഴി മാത്രമാണ്, അവസാനമല്ല എന്ന് നിസായിലെ ഗ്രിഗോറിയോസ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൂടി നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. 4-മത്തെ ചിന്ത ഉള്ളത് മഗ്ദലക്കാരി മറിയവും മറ്റ് മറിയവും വിശ്വാസത്തിൻ്റെ കാവൽക്കാരികൾ എന്നുള്ളതാണ്. അവർ ശവകുടീരത്തിൻ്റെ മുമ്പിൽ ഇരുന്നു. അവർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവർ അവിടെ തന്നെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഷ്ടതകളിൽ പോലും ദൈവത്തോടൊപ്പം നിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ വലിയ അടയാളമാണെന്ന് ഈ സ്ത്രീകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകലല്ല എന്ന പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ സിറിലും നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ശവകുടീരത്തിലെ നിശബ്ദത, ആത്മീയ അർത്ഥം എന്നുള്ളതാണ് അവസാനത്തെ ചിന്ത. ഈ സമയത്ത് യേശു ശവകുടീരത്തിൽ അടയ്ക്കപ്പെടുന്നു. ലോകം നിശബ്ദമായിരിക്കുന്നു. പൗരസ്ത്യ സഭയുടെ ദർശനത്തിൽ അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്ന ആത്മീയ ദിവസമുണ്ട്. പുറത്ത് നിശബ്ദതയും അകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനവുമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നിശബ്ദതയുടെ സമയങ്ങളുണ്ടാകും. പക്ഷേ ദൈവം അപ്പോൾ പോലും നാം അറിയാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അല്പം ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം ധൈര്യത്തോടെ പ്രകടിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരം അതിവിശുദ്ധമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മരണം അവസാനമല്ല. ദൈവം സന്നിധിയിൽ നിന്നും ആരും മാറിപ്പോകലില്ല. നിശബ്ദതയിൽ പോലും ദൈവം പ്രവർത്തിക്കുകയും അതിലൂടെ പ്രത്യാശ ഒരിക്കലും നഷ്ടമാകുകയുമില്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ശവകുടീരങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നത് മാറിപ്പോക്കലാണ്. ദൈവത്തോടൊപ്പം നിൽക്കുവാനും നിശബ്ദതയിൽ വിശ്വസിക്കുവാനും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധ്യമായി തീരണം. അപ്പോൾ ശവകുടീരത്തിൻ്റെ നിശബ്ദത പുനരുദ്ധാനത്തിൻ്റെ സന്തോഷമായി ദൈവം നമുക്ക് മാറ്റി തരും എന്നുള്ളതിൽ സംശയമില്ല.